ആകാശക്കാഴ്ചകൾ ചിന്തിക്കുന്ന മനുഷ്യന് മുന്നിൽ അവതരിപ്പിക്കുന്ന വിഷയങ്ങൾ അനന്തമാണ്. അനവധി തത്വചിന്തകർക്കും ശാസ്ത്രചിന്തകർക്കും പ്രചോദനവും ആവേശവുമായി മാറിയിട്ടുള്ള എണ്ണമറ്റ ചിന്താധാരകൾ പ്രപഞ്ചം എന്ന വിസ്മയ യാഥാർത്ഥ്യം സംഭാവന നൽകിയിട്ടുണ്ട്. ആധുനിക ശാസ്ത്രചരിത്രത്തിൽ നാഴികക്കല്ലുകളായി മാറിയിട്ടുള്ള പ്രപഞ്ചവിജ്ഞാന സംബന്ധമായ കണ്ടെത്തലുകളും ഏറെ ആഴമുള്ളവയാണ്. മനുഷ്യനേത്രങ്ങൾക്കും അവൻ്റെ ചിന്തകൾക്കും പോലും കയ്യെത്തിപ്പിടിക്കാനാവാത്ത പ്രപഞ്ചത്തിൻ്റെ ഈ അതിവിശാലതയ്ക്ക് മറവിൽ ഇനിയും ഉത്തരമില്ലാത്ത ചോദ്യങ്ങളാണ് അധികവും. ആഴമുള്ള തത്വചിന്തകൾക്കും അതേ തുടർന്നുള്ള പക്വമായ ലോകദർശനങ്ങൾക്കും കാരണമായി മാറിയിട്ടുള്ള ഇത്തരം ശാസ്ത്രീയ വിചിന്തനങ്ങൾ മനുഷ്യരാശിയുടെ ആത്മീയ വളർച്ചയ്ക്ക് നൽകിയിട്ടുള്ള സംഭാവനകളും ഏറെയാണ്. അതിശയത്തോടെ ആകാശദൃശ്യങ്ങളെ നോക്കിക്കാണുന്ന മനുഷ്യരിൽ എക്കാലവും കൗതുകമുണർത്തിയിട്ടുള്ള ചില ചോദ്യങ്ങളുണ്ട്. ഇന്നോളം ആർക്കും വ്യക്തമായ വിശദീകരണം നൽകുവാൻ കഴിയാത്ത അത്തരം ചിന്തകളിൽ പ്രധാനമാണ് അന്യഗ്രഹങ്ങളിലെ ജീവൻ. നിറം പിടിപ്പിച്ച കഥകളും ഭാവനകളും സൃഷ്ടിച്ച അനവധി രൂപങ്ങൾ കാലങ്ങൾക്ക് മുമ്പ് മുതൽ നമുക്കിടയിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇത്തരം ഭാവനകൾ പലതും അയഥാർത്ഥങ്ങളാണെന്ന് മനസ്സിലാക്കുന്നെങ്കിലും അതിവിശാലമായ ഈ പ്രപഞ്ചത്തിൽ മറ്റെവിടെയെങ്കിലും ജീവൻ ഉണ്ടാവാം എന്ന് കരുതുന്നവർ ഏറെയുണ്ട്. ശാസ്ത്രചിന്തകരിൽ ഇക്കാര്യത്തിൽ രണ്ട് പക്ഷങ്ങളുണ്ട്. സങ്കീർണമായ എണ്ണമറ്റ അനുകൂല സാഹചര്യങ്ങൾ ഒന്നു ചേർന്നപ്പോൾ ഭൂമിയിൽ ജീവൻ സൃഷ്ടിക്കപ്പെട്ടതുപോലെയോ മനുഷ്യരെ പോലെ അതിസങ്കീർണമായ ഒരു ജീവവർഗം രൂപപ്പെട്ടതുപോലെയോ മറ്റെവിടെയെങ്കിലും ജീവൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന് ഒരു വിഭാഗം ചിന്തിക്കുന്നു. എന്നാൽ ഭൂമിയുടേതിന് ഏറെക്കുറെ സമാനമായ അനുകൂല സാഹചര്യങ്ങളുള്ള നൂറുകണക്കിന് ഗ്രഹങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളതിൻ്റെ വെളിച്ചത്തിൽ മറ്റേറെ ശാസ്ത്രജ്ഞരും ചിന്തകരും വിദൂര ഗ്രഹങ്ങളിൽ എവിടെയെങ്കിലും ജീവൻ ഉണ്ടായിരിക്കാനുള്ള സാധ്യതയെ തള്ളിക്കളയുന്നില്ല. ഭൂമിക്ക് പുറമെ മറ്റെവിടെയെങ്കിലും ജീവന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കുവാനുള്ള സാധ്യതകളെക്കുറിച്ച് വിചിന്തനം ചെയ്യുന്നതിനൊപ്പം അതിൻ്റെ തത്വശാസ്ത്രപരവും ദൈവശാസ്ത്രപരവുമായ മാനങ്ങളെ നാം ഇവിടെ ചിന്താവിഷയമാക്കുന്നു. ഇപ്പോൾ ശാസ്ത്രജ്ഞന്മാർക്ക് വേറൊരു ചോദ്യമുണ്ട്. അതായത് അന്യഗ്രഹങ്ങളിൽ ജീവനുണ്ടോ? അന്യഗ്രഹ ജീവൻ അല്ലെങ്കിൽ എക്സോബയോളജി, അതിനെക്കുറിച്ച് എന്ത് പറയുന്നു, എന്ത് ചിന്തിക്കുന്നു? ഫാദർ അഗസ്റ്റിൻ പാംബ്ലാനി CST, ഗവേഷകൻ, ഗ്രന്ഥരചയിതാവ്, വാഗ്മി എന്നീ നിലകളിൽ പ്രശസ്തനായ ഫാദർ അഗസ്റ്റിൻ പാംബ്ലാനി ഇന്ത്യക്കകത്തും പുറത്തുമുള്ള നിരവധി സെമിനാരികളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും അധ്യാപകനാണ്. കൊളംബോ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഫിലോസഫി ഓഫ് സയൻസിലും ഡബ്ലിൻ സിറ്റി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ജിയോ എഞ്ചിനീയറിംഗിലും ഡോക്ടറേറ്റ് നേടിയിട്ടുണ്ട്. യുനെസ്കോയുടെ ഫോറം ഫോർ ബയോ എത്തിക്സിൽ ഉൾപ്പെടെ ദേശീയവും അന്തർദേശീയവുമായ അനവധി സംഘടനകളിലും ശാസ്ത്ര സമൂഹങ്ങളിലും അംഗമാണ്. നിരവധി അംഗീകാരങ്ങളും ഇതിനകം നേടിയിട്ടുള്ള അദ്ദേഹം ശാസ്ത്ര മതശാസ്ത്ര സംവാദ വിഷയങ്ങളിൽ നിരവധി ഗ്രന്ഥങ്ങളും ലേഖനങ്ങളും എഴുതിയിട്ടുണ്ട്. അറിയാമല്ലോ, ഇൻ്റർസ്റ്റെല്ലാർ എന്നുള്ള ഒരു സിനിമ വളരെ പ്രശസ്തമായിരുന്നു. സിനിമയുടെ പ്രമേയത്തെക്കാൾ ഉപരി മനുഷ്യൻ്റെ സഹജമായ ഒരു സനാതന ആഭിമുഖ്യമാണ് ആ സിനിമ പ്രതിനിധീകരിക്കുന്നത് എന്ന് തോന്നുകയാണ്. അറിയുവാനുള്ള ത്വര, ജിജ്ഞാസ, പ്രത്യേകിച്ച് ഇതുപോലെയുള്ള മൗലികമായ കാര്യങ്ങൾ, മറ്റ് ഗ്രഹങ്ങളിൽ ജീവനുണ്ടോ? അവർ ഏതാണ്ട് 9 ഗ്രഹങ്ങളിൽ ഗവേഷണം നടത്തി അവസാനം
മനുഷ്യവാസയോഗ്യമായ ഒരു ഗ്രഹമാണ് അവർ കണ്ടെത്തുന്നത് എന്ന് പറയും. അതുതന്നെ സൂചിപ്പിക്കുന്നത് ഇത്തരം വിഷയങ്ങളിലുള്ള വലിയ താല്പര്യമാണ് എന്ന് പറയും. ശാസ്ത്രം ഇതേപ്പറ്റി വളരെ ഗഹനമായിട്ട് ഗവേഷണങ്ങൾ നടത്തിയിട്ടുണ്ട്, ഒരുപാട് വിചിന്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. സ്ഥിരീകരണങ്ങളൊന്നും നമുക്ക് ലഭിച്ചിട്ടില്ല. ഉപസംഹാരം തന്നെ ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് ഗ്രഹങ്ങളിൽ ജീവൻ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് എന്നുള്ളതാണ്. ഈയിടെ തന്നെ ഒരു നാസ സയൻറ്റിസ്റ്റ് പ്രഖ്യാപിച്ചത് മറ്റ് ഗ്രഹങ്ങളിൽ ജീവൻ ഉണ്ടോ എന്നുള്ളതല്ല ചോദ്യം, എന്നാണ് അന്യഗ്രഹങ്ങളിലെ ജീവനെ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് എന്ന ഇപ്പോൾ അവശേഷിക്കുന്ന ചോദ്യം എന്നാണ് പറയുന്നത്. ഭൂമിക്ക് പുറത്ത് ഉണ്ട് എന്ന് കരുതുന്നത് അസാധാരണമായ കാര്യമാണ്. അതിനെക്കുറിച്ച് ആരെങ്കിലും പറഞ്ഞാൽ അതിന് കർശനമായ തെളിവുകൾ വേണം എന്നുള്ള വാദമാണ് പല ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. പക്ഷേ വാസ്തവത്തിൽ കോടാനുകോടി ഗാലക്സികളും ഓരോ ഗാലക്സികളിലും കോടിക്കണക്കിന് നക്ഷത്രങ്ങളും ഓരോ നക്ഷത്രത്തിന് ചുറ്റും ഗ്രഹങ്ങളുമുള്ള ഈ പ്രപഞ്ചത്തിൽ ഭൂമിയിൽ മാത്രമാണ് ജീവനുള്ളത്, വേറെ എങ്ങും ജീവനില്ല എന്ന് ചിന്തിക്കുന്നതാണ് തികച്ചും അസാധാരണമായ കാര്യം. വളരെ നാച്ചുറലായിട്ടുള്ള കൺക്ലൂഷൻ ഭൂമിയെപ്പോലുള്ള ഗ്രഹങ്ങൾ മറ്റിടത്തും ഉണ്ടായിരിക്കാം. ഇപ്പോൾ തന്നെ 3000-ഓളം എക്സോ പ്ലാനറ്റുകൾ കണ്ടെത്തിയിട്ടുണ്ട്. എക്സോ പ്ലാനറ്റ് എന്ന് പറഞ്ഞാൽ മറ്റ് സ്റ്റാറുകളുടെ നക്ഷത്രങ്ങൾക്ക് ചുറ്റും വലം വെക്കുന്ന പ്ലാനറ്റുകൾ. ഇത്തരം പ്ലാനറ്റുകളിൽ പലതും ഭൂമിക്ക് സമാനമായിട്ടുള്ള അന്തരീക്ഷമുള്ളതായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. കാരണം അവിടെ ലിക്വിഡ് വാട്ടർ, ജലം ഉണ്ടായിരിക്കാം. ഇങ്ങനെ ജലത്തിൻ്റെ സാന്നിധ്യമുള്ള പ്ലാനറ്റുകൾ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. ഹാബിറ്റബിൾ സോൺ എന്ന് പറയുന്ന ആ ഒരു നക്ഷത്രത്തിനടുത്തുള്ള പ്രദേശം, അതായത് ഐസും ആകുന്നില്ല ജലം, അതേസമയം നീരാവിയായി പോകുന്നുമില്ല, ഇങ്ങനെയുള്ള ഒരു അന്തരീക്ഷമുള്ള ഗ്രഹങ്ങൾ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെയൊന്നും ജീവൻ ഡെവലപ്പ് ചെയ്യുന്നില്ല. ഈ ഭൂമിയിൽ മാത്രമാണ് ജീവനുള്ളത് എന്ന് ചിന്തിക്കുന്നത് തികച്ചും അസാധാരണമാണ്. കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിനിടയിൽ അഭൂതപൂർവമായ വളർച്ച പ്രാപിച്ച ഒരു ശാസ്ത്രശാഖയാണ് അസ്ട്രോബയോളജി. പ്രധാനമായും ഈ പ്രപഞ്ചത്തിൽ ആകമാനമുള്ള ജീവന്റെ സാധ്യതകളെക്കുറിച്ച് വിവിധ ആധുനിക സങ്കേതങ്ങൾ ഉപയോഗിച്ച് നടത്തപ്പെട്ട പഠനങ്ങളിൽ ചിലത് ഇതിനകം അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഭൂമിക്ക് പുറത്ത് സൗരയൂഥത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലും സൗരയൂഥത്തിന് വെളിയിൽ മറ്റ് നക്ഷത്രയൂഥങ്ങളിലും ഈ ഗാലക്സിക്ക് തന്നെ വെളിയിലും ജീവൻ ഉണ്ടായിരിക്കാനുള്ള സാധ്യതകളെക്കുറിച്ച് ആഴത്തിൽ ഗവേഷണം നടത്തിയിട്ടുള്ള ശാസ്ത്രജ്ഞർ ഏറെയുണ്ട്. വില്യം ഡ്രേക്ക് അസ്ട്രോബയോളജിയിലെ ലീഡിംഗ് സയൻറ്റിസ്റ്റാണ് അദ്ദേഹം ഈ ഗവേഷണങ്ങളെല്ലാം നടത്തിയിട്ട് ഉപസംഹരിക്കുന്നത് ഇങ്ങനെയാണ്: നമ്മൾ വിശാലമായ ഒരു പാടത്തേക്ക് ചെല്ലുക, ആയിരക്കണക്കിന് നെന്മണികൾ അവിടെ വാരി വിതറിയിട്ടുണ്ട് വിത്തുകളായിട്ട്. അതിൽ നിന്നും ഒരു നെന്മണി മാത്രം വിടർന്ന് ആ പാടത്ത് മുളച്ച ആ പാടത്ത് നെൽച്ചെടിയായിട്ട് വളരുമെന്ന് വിചാരിക്കുക. അത് അയുക്തിപരമാണ് അല്ലേ? അങ്ങനെയല്ല, എല്ലാ വിത്തുകളും വളരാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞതുപോലെയാണ് ഈ ബ്രഹ്മാണ്ഡ പ്രപഞ്ചത്തിൽ നമ്മുടെ ഈ ഭൂമിയിൽ മാത്രമേ ജീവനുള്ളൂ എന്ന് പറയുന്നതെന്നാണ് പറയുന്നത്. അതായത് ഇതുപോലെ ജീവൻ ഉണ്ടാകാൻ സാധ്യതയുള്ള അനേകം പ്രപഞ്ചങ്ങൾ ഉണ്ടായിരിക്കുമെന്ന് അദ്ദേഹം പറയുന്നത്. ഡോള് വേറൊരു സയൻറ്റിസ്റ്റാണ്. അദ്ദേഹം പ്രത്യേകമായ ചില ശാസ്ത്രീയ കാൽക്കുലേഷൻസ് ഒക്കെ നടത്തിയിട്ട് പറയുകയാണ്, ഈ 12,000 കോടി ഗാലക്സികൾ ഉൾപ്പെടുന്ന ഈ പ്രപഞ്ചത്തിൽ കുറഞ്ഞത് 1,80,000 ഗ്രഹങ്ങളിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. ജീവനെ അധിവസിപ്പിക്കാൻ യോഗ്യമായിട്ടുള്ള 1,80,000 ഗ്രഹങ്ങൾ ഈ ലോകത്തിൽ ഉണ്ടായേ പറ്റുള്ളൂ എന്ന് അദ്ദേഹം പറയും. അതിൽ തന്നെ 80,000 ഗ്രഹങ്ങളിൽ മനുഷ്യനെ പോലെ ബുദ്ധിയുള്ള ജീവികളും ഉണ്ടാകാമെന്നാണ് പറയുന്നത്. അതിൻ പ്രകാരം നോക്കുകയാണെങ്കിൽ ഓരോ 2 ലക്ഷം ക്യൂബിക് ലൈറ്റ് ഇയറിലും ജീവനെ അധിവസിപ്പിക്കാൻ സാധിക്കുന്ന ഒരു ഗ്രഹം വെച്ചുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. ഒരിക്കലും ഈ ഇത്രമാത്രം അനേക കോടി ഗ്രഹങ്ങളുള്ളപ്പോൾ എന്തുകൊണ്ട് ഭൂമിയിൽ മാത്രം ഇങ്ങനെ ജീവനുണ്ടാകാൻ ഉള്ള ഒരു അവസ്ഥാവിശേഷം ഉണ്ടായി എന്നുള്ളതിന് ഒരു കാരണവുമില്ല. തീർച്ചയായിട്ടും മറ്റ് ജീവൻ്റെ സാധ്യതയുള്ള മറ്റ് ഗ്രഹങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ അത് അനേക കോടി പ്രകാശവർഷങ്ങൾക്ക് അകലെയായിരിക്കും. അതുപോലെ തന്നെ ഒരു എക്സ്ട്രാ ടെറസ്ട്രിയൽ ജീവൻ്റെ സാധ്യതയും നമുക്കൊരിക്കലും
തള്ളിക്കളയാൻ സാധിക്കില്ല. ചില പരീക്ഷ നിരീക്ഷണങ്ങൾ പറയുന്നത് മൈക്രോബിയൽ തലത്തിലുള്ള ജീവികളുടെ സാന്നിധ്യം ചൊവ്വയിലും ചന്ദ്രനിലൊക്കെ കാണുന്നുണ്ടായിരുന്നു. ആധുനിക ശാസ്ത്രം അതിദ്രുതം മുന്നേറുന്നുവെങ്കിലും പ്രപഞ്ചവിജ്ഞാനീയ സംബന്ധമായി വിപ്ലവകരമായ ഒരു ഗവേഷണ മാർഗം ആധുനിക ശാസ്ത്രത്തിന് മുന്നിൽ ഇനിയും തുറന്നു കിട്ടിയിട്ടില്ല. വിദൂരങ്ങളിലുള്ള ഗ്രഹങ്ങളെക്കുറിച്ചും അവിടെയുള്ള ജീവന്റെ സാധ്യതകളെക്കുറിച്ചും വ്യക്തതയോടെ പഠനം നടത്തുവാനുള്ള സാങ്കേതിക വിദ്യകൾ ഇനിയും വികസിപ്പിക്കപ്പെടേണ്ടിയിരിക്കുന്നു. സാങ്കേതിക വിദ്യകൾ വേണ്ടത്ര അതിലോട്ട് വികാസം പ്രാപിച്ചിട്ടില്ല എന്ന് തന്നെ പറയണം. നമ്മുടെ സോളാർ സിസ്റ്റത്തെ പറ്റി നമ്മൾ ഒരുപാട് ഗവേഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. പയനീയർ എന്ന് പറയുന്ന ഒരു സ്പേസ് പ്രോബ് 1962 അയച്ചിരുന്നു. 1961 1972 വൊയേജർ എന്ന് പറയുന്ന വേറൊരു പ്രോബ് അയച്ചിട്ടുണ്ട്. അതാണിപ്പം സോളാർ സിസ്റ്റത്തിനും പുറത്തേക്ക് പോയിരിക്കുന്നത്. നമ്മുടെ ഭൂമിയിൽ നിന്നുള്ള ഏതാണ്ട് 100-ൽ പരം ശബ്ദങ്ങൾ അതിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്ത്രീയുടെയും പുരുഷൻ്റെയും ചിത്രങ്ങൾ അതിനകത്തുണ്ട്. നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ നമ്മുടെ ഭൂമിയുടെ സ്ഥാനം എവിടെയാണ് എന്നതിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. ആരെങ്കിലും പുറത്തുനിന്ന് നമ്മളെ കണ്ടെത്തുകയാണെങ്കിൽ നമ്മളെ മനസ്സിലാക്കി നമ്മളെ ബന്ധപ്പെടട്ടെ എന്നുള്ള ആഗ്രഹത്തോടു കൂടി അത് വെച്ചിരിക്കുന്നു. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് ഉയർന്ന ഫ്രീക്വൻസിയിലുള്ള റേഡിയോ വേവ്സ് അയക്കുക എന്നാണ് പറയുന്നത്. അതിന് തന്നെ പരിമിതിയുണ്ടല്ലോ. ഈ ബ്രഹ്മാണ്ഡ പ്രപഞ്ചത്തിൽ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതിന് പരിമിതിയുണ്ട്. ഇന്ന് വൊയേജറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോലും നമുക്ക് 6 വർഷങ്ങൾ വേണ്ടി വരുന്നു എന്ന് പറയുന്നത്. പ്രപഞ്ചത്തിലെ ജീവന്റെ സാന്നിധ്യത്തെക്കുറിച്ച് ശാസ്ത്രീയമായുള്ള പഠനങ്ങൾ ഏറെ വർഷങ്ങളായി പുരോഗമിക്കുന്നു. ഇന്ന് മനുഷ്യനിർമ്മിത വസ്തുക്കളിൽ സൗരയൂഥത്തിൽ നിന്ന് ഏറ്റവും അകലെയുള്ളത് എന്ന് കരുതപ്പെടുന്ന വോയേജർ 1 എന്ന ബഹിരാകാശ പേടകം ഇത്തരം ഗവേഷണങ്ങളുടെ ചരിത്രത്തിൽ മുഖ്യസ്ഥാനമർഹിക്കുന്നു. 1960-കളിൽ തുടക്കം കുറിച്ച അന്യഗ്രഹങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങളിൽ നിർണായകമായ ഒരു നേട്ടമായിരുന്നു 41 വർഷം മുമ്പ് വോയേജർ 1 വിക്ഷേപിച്ചതിലൂടെ നാസ കരസ്ഥമാക്കിയത്. സൗരയൂഥവും കടന്ന് വളരെ ദൂരേക്ക് സഞ്ചരിക്കുവാൻ പര്യാപ്തമായ സംവിധാനങ്ങളോട് കൂടിയാണ് ആ പേടകം നിർമ്മിച്ചത്. 10 വർഷം ആയുസ് കണക്കാക്കി നിർമ്മിച്ചതെങ്കിലും വിക്ഷേപണത്തിൻ്റെ 36-ാം വർഷം 2013-ൽ വോയേജർ സൗരയൂഥത്തിന് പുറത്തേക്ക് കടന്നു. വോയേജറിൻ്റെ ഇന്റർസ്റ്റെല്ലാർ മിഷൻ ഇന്നും തുടരുകയാണ്. നിലവിൽ സൗരയൂഥത്തിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ വ്യാഴത്തിൻ്റെ ഉപഗ്രഹമായ യൂറോപ്പ, അതുപോലെ സാറ്റേണിൻ്റെ ഉപഗ്രഹമായ ടൈറ്റൻ, ഇവയിലൊക്കെയാണ് ജീവൻ ഉണ്ടാകാൻ സാധ്യതയുള്ളത്. പക്ഷേ മനുഷ്യനെ പോലെ ബുദ്ധിയുള്ള ജീവനായിരിക്കുകയില്ല. ഒരുപക്ഷെ ഏറ്റവും അടിസ്ഥാന ജീവരൂപങ്ങളെ അവിടെ കണ്ടെത്താൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു. ചൊവ്വയിൽ നിന്ന് നമ്മുടെ അന്റാർട്ടിക്കയിൽ വന്നു വീണ ALX എന്ന പേര് ശാസ്ത്രജ്ഞർ നാമകരണം ചെയ്തിരിക്കുന്ന ഉൽക്കയുടെ ഒരു കഷണം അതിന് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ വെച്ച് പരിശോധിച്ചപ്പോൾ അതിൽ ഒരു മൈക്രോബിയൽ ജീവരൂപത്തിൻ്റെ ഏറ്റവും സൂക്ഷ്മമായ ഏതോ ഒരു സൂക്ഷ്മജീവിയുടെ ഫോസിൽ അതിൽ കണ്ടെത്തിയതായിട്ട് പറയപ്പെടുന്നു. നാസ അതേപ്പറ്റി ഗവേഷണം നടത്തി അത് ചൊവ്വയിലെ ജീവൻ്റെ സാന്നിധ്യമാണ് എന്നത് തന്നെയായിരുന്നു അവരുടെ ആധികാരിക പഠനം. പക്ഷേ ഒരുപാട് ശാസ്ത്രജ്ഞന്മാർ അതിനെ വെല്ലുവിളിച്ചിട്ടുണ്ട്. ഇപ്പോഴും അത് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് നമ്മുടെ സൗരയൂഥത്തിൽ ഇതുവരെ സ്ഥിരീകരിക്കപ്പെട്ട ഒരു ജീവനും കണ്ടെത്തിയിട്ടില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഭൂമിയിലേതുപോലെ ഏറെ സങ്കീർണമായ അവസ്ഥാന്തരങ്ങളിൽ അല്ലെങ്കിലും സൗരയൂഥത്തിൽ തന്നെ ചിലയിടങ്ങളിൽ ജീവന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കുവാനുള്ള സാധ്യതകളെ ശാസ്ത്രം തള്ളിക്കളയുന്നില്ല. അസംഭവ്യം എന്ന് വിലയിരുത്തപ്പെട്ടേക്കാവുന്ന ചില സാഹചര്യങ്ങളിൽ പോലും ഭൂമിയിൽ ജീവൻ കണ്ടെത്തപ്പെട്ടിട്ടുള്ള ഉദാഹരണങ്ങൾ ശാസ്ത്രജ്ഞർ ഇതിന് ഉപോദ്ബലകമായി ചൂണ്ടിക്കാണിക്കുന്നു. സൗരയൂഥത്തിൽ തന്നെ ശരിക്കും പറഞ്ഞാൽ യൂറോപ്പ, നമ്മുടെ വ്യാഴത്തിൻ്റെ ഒരു ഉപഗ്രഹമായിട്ടുള്ള യൂറോപ്പ, അതിന് അടിയിൽ ഭൂമിയിലുള്ളതിനേക്കാളും ജലമുണ്ട്. അതിൻ്റെ മുകൾ ഭാഗം ഐസ് പാളികളാൽ മൂടപ്പെട്ടിരിക്കുകയാണെങ്കിലും അതിനടിയിൽ ടൈഡൽ ഹീറ്റിംഗ് കൊണ്ട് ഉള്ള ചൂട് ഉപയോഗിച്ച് അവിടെ ഒരു ലിക്വിഡ് ഓഷ്യൻ തന്നെയുണ്ട്. ഇതിൽ സൂര്യപ്രകാശം ആവശ്യമില്ലാത്ത തരത്തിലുള്ള ജീവികൾ അവിടെ ഉണ്ടാവാം. അതുപോലെ തന്നെ സമുദ്രത്തിൻ്റെ, നമ്മുടെ ഭൂമി തന്നെ എടുത്താൽ തന്നെ 10 കിലോമീറ്റർ താഴെ സമുദ്രത്തിനടിയിൽ അതിഭീകരമായിട്ടുള്ള പ്രഷറുള്ള സ്ഥലമാണ്. അവിടെ സാധാരണ രീതിയിലുള്ള വെഹിക്കിൾസൊന്നും അവിടെ പോകാൻ പറ്റില്ല.
പ്രത്യേകത്തിലുള്ള ഇരുമ്പ് ഉരുക്കുകൊണ്ടുണ്ടാക്കിയിട്ടുള്ള ചില കവചിത വാഹനങ്ങൾക്ക് മാത്രമേ അവിടെ ഇറങ്ങാൻ പറ്റുകയുള്ളൂ. അവിടെ പോലും വളരെ സുലഭമായി ജീവിക്കുന്ന ജീവികളെ കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ ഏത് സാഹചര്യങ്ങളിൽക്കും അനുകൂലമായി അവിടെ വളരുന്നതിനുള്ള അഡാപ്റ്റേഷൻ ഈ ജീവൻ നേടിയെടുക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ചിന്തിക്കുമ്പോൾ ശരിക്കും ഭൂമിക്ക് പുറത്ത് ജീവൻ ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഏറ്റവും അധികമുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഡ്രേക്ക് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് ഇതിലെ ഒരു ലീഡിംഗ് സയൻറ്റിസ്റ്റ്. അദ്ദേഹം പ്രത്യേകമായ ഒരു സൂത്രവാക്യം രൂപപ്പെടുത്തിയിട്ടുണ്ട്, ഡ്രേക്ക് എക്വേഷൻ എന്ന് പറയുന്നത്. അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു സൂത്രവാക്യമാണ്. ഞാൻ ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അദ്ദേഹം അവിടെ വിഭാവനം ചെയ്യുന്ന അനുമാനിക്കുന്ന കാര്യങ്ങൾ ഇവയൊക്കെയാണ്. അതായത് നമ്മുടേതുപോലെയുള്ള നമ്മുടെ ഈ ഭൂമിയിൽ എപ്രകാരം ജീവനുണ്ടായോ ആ മാനദണ്ഡം ഉപയോഗിച്ചുകൊണ്ടാണ് മന്യഗ്രഹങ്ങളിലും ജീവൻ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ എന്നിവർ ഗവേഷണം നടത്തുന്നതും പ്രവചിക്കുന്നതുമൊക്കെ. നമ്മുടെ ഭൂമിയിൽ ജീവനുണ്ടായ പശ്ചാത്തലം എന്ന് പറയുന്നത് ഒരുപാട് കാലത്ത്, ഏതാണ്ട് 4 ബില്യൺ വർഷങ്ങളായി ജീവനുണ്ടായിട്ട് അതിനു മുമ്പ് 9 ബില്യൺ ഭൗതികമായ പരിണാമം ഇതിനകത്ത് സംഭവിച്ചിട്ടുണ്ട്. തുടർന്ന് രാസിക പരിണാമം സംഭവിച്ചു. തുടർന്നാണ് ബയോളജിക്കലായിട്ടുള്ള എവല്യൂഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ, ഭൂമിയിൽ സംഭവിച്ച കാര്യങ്ങൾ പ്രപഞ്ചത്തിന്റെ ഏതൊക്കെയോ മറുകരകളിൽ ഇപ്രകാരം തന്നെ സംഭവിക്കാനുള്ള വലിയ സാധ്യതയുണ്ട്. എന്ന് മാത്രമല്ല, നമ്മുടെ ഈ മനുഷ്യൻ എന്ന് പറയുന്ന ജീവരൂപമല്ല പ്രപഞ്ചത്തിന് ജനിപ്പിക്കാൻ സാധിക്കുന്ന ഏറ്റവും വികസിതമായ ജീവരൂപം. ഇതിനേക്കാളും കൂടുതൽ ബുദ്ധിയുള്ളവ അല്ലെങ്കിൽ കൂടുതൽ സവിശേഷതകളുള്ള ഒരു മാനുഷിക മനുഷ്യനെ തന്നെ വേണമെങ്കിൽ വന്യഗ്രഹങ്ങളിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഭൂമിയിലെ ജീവൻ്റെ ആവിർഭാവത്തിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ മന്യഗ്രഹങ്ങളിൽ ജീവൻ ഉണ്ടാകാനുള്ള എല്ലാ സാങ്കത്യവും ഉണ്ട് എന്നാണ് ഇവർ പറയുന്നത്. സാധ്യതയുണ്ട്. ശാസ്ത്രീയമായ അനവധി മാനദണ്ഡങ്ങൾ ഉപയോഗിച്ച് നിരവധി ശാസ്ത്രജ്ഞരുടെ വിവിധങ്ങളായ ഗവേഷണങ്ങൾ അസ്ട്രോബയോളജി രംഗത്ത് തുടരുകയാണ്. ഏറെ പരിമിതികൾ ഇന്നുമുണ്ടെങ്കിലും ജീവന്റെ മറ്റ് സാധ്യതകളെ തിരിച്ചറിയാനുള്ള പ്രയത്നം ഇച്ഛാശക്തി കൊണ്ട് ഫലപ്രാപ്തിയിലെത്തിക്കുവാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് അനേകർ. ദൈവശാസ്ത്രത്തിനു മുന്നിലും എക്കാലവും സങ്കീർണമായൊരു ചോദ്യമായിരുന്നു ഭൂമിക്ക് പുറത്ത് ജീവൻ കണ്ടെത്തുന്ന ഒരു സാഹചര്യമുണ്ടായാൽ അതിനെ എപ്രകാരം വിശദീകരിക്കാൻ കഴിയും എന്നുള്ളത്. ആദ്യകാലങ്ങളിൽ ഇത്തരമൊരു സാധ്യതയെ പരസ്യമായി വെളിപ്പെടുത്തിയ ശാസ്ത്രചിന്തകരിൽ പലർക്കും രൂക്ഷമായ വിമർശനങ്ങൾ നേരിടേണ്ടതായി വന്നിരുന്നു. എന്നാൽ ആത്മീയ കാഴ്ചപ്പാടുകളിൽ കൂടുതൽ വിശാലത കൈവരിച്ച ആധുനിക വിശ്വാസി സമൂഹത്തിനും ദൈവശാസ്ത്രജ്ഞർക്കും മുന്നിൽ ഇതൊരു ഉത്തരമില്ലാത്ത ചോദ്യമല്ല. ദൈവത്തിൻ്റെ അനന്തമഹത്വത്തെയും സർവശക്തിയെയും വെളിപ്പെടുത്തുന്ന ഒരു തിരിച്ചറിവ് മാത്രമായി ഈ സാധ്യതയെ ഉൾക്കൊള്ളുവാനുള്ള വിശാലത ഇന്നത്തെ ദൈവശാസ്ത്രത്തിനുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിനെ എങ്ങനെ നമ്മൾ മതപരമായി കാണാം? അത് നമ്മുടെ ക്രിസ്തുമതത്തിന് ഒരു വെല്ലുവിളിയാകുമോ? ക്രിസ്തുമതത്തിനൊരു വെല്ലുവിളി എന്നതിനേക്കാൾ ഉപരി ദൈവശാസ്ത്രത്തിന് മുന്നിൽ വലിയൊരു സാധ്യതയാണ് ഈ എക്സോബയോളജി തുറന്നു തരുന്നത് എന്ന് പറയണം. ഇന്നാണ് ഇതിനെ കുറെ കൂടെ പോസിറ്റീവായിട്ട് ദൈവശാസ്ത്രം നോക്കിക്കാണുവാനായിട്ട് തുടങ്ങിയിരിക്കുന്നത്. അതായത് പഴയ കാലത്ത് ഒരു 17-ാം നൂറ്റാണ്ടിലൊക്കെ ജിയോഡിനോ ബ്രൂണോ അദ്ദേഹത്തെ സഭ ശിക്ഷിച്ചതാണ് ഇൻക്വിസിഷൻ. മറ്റ് ഗ്രഹങ്ങളിൽ ജീവൻ ഉണ്ടാകാൻ ഒരു കാരണമായിട്ട് അതും കണക്കാക്കപ്പെടുന്നു. അത്തരണത്തിലൊരു നെഗറ്റീവ് കാഴ്ചപ്പാടായിരുന്നു ഉണ്ടായിരുന്നത്. പാലെ എന്ന് പറയുന്ന ദൈവശാസ്ത്രജ്ഞൻ അദ്ദേഹം പറയുന്നു, അന്യഗ്രഹങ്ങളിൽ ജീവൻ ഉണ്ടായാലുള്ള പ്രശ്നം ഇതാണ്, ക്രിസ്തു ഇവിടെയല്ലേ മനുഷ്യാവതാരം ചെയ്തത്, അവിടെയുള്ളവരെ രക്ഷിക്കാൻ അവിടെയും പോയി വീണ്ടും ജനിക്കണ്ടേ, അപ്പോൾ ഇവിടെയുള്ളവർ ഉപേക്ഷിച്ച് അങ്ങോട്ടേക്ക് പോകണ്ടേ? ഇങ്ങനെയുള്ള ഉപരിപ്ലവങ്ങളായ ദൈവശാസ്ത്രങ്ങളായിരുന്നു അതിന് പ്രതിസന്ധിയായിട്ട് നിലനിന്നിരുന്നത് എന്ന് പറയുന്നത്. പിന്നീട് ഇപ്പോൾ ദൈവശാസ്ത്രത്തിൻ്റെ സമീപനം മാറുവാനുള്ള കാരണം വിശുദ്ധ അഗസ്റ്റിൻ 4-ാം നൂറ്റാണ്ടിൽ രചിച്ച സൃഷ്ടിയെപ്പറ്റിയുള്ള പുതിയ ദൈവശാസ്ത്രത്തിൻ്റെ വീണ്ടെടുപ്പാണ് എന്ന് പറയണം. അതായത് മറ്റ് ഗ്രഹങ്ങളിൽ ജീവൻ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് മാത്രമല്ല, അങ്ങനെ ഉണ്ടാകേണ്ടത് ദൈവശാസ്ത്രപരമായിട്ടൊരു ആവശ്യവുമാണെന്ന് അഗസ്റ്റിൻ പറഞ്ഞു വരുന്നത്. അങ്ങനെ പറയാൻ കാരണം ദൈവം സർവശക്തനാണ്, സർവ്വനന്മയാണ്. ദൈവം പ്രപഞ്ചമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ആത്മദാനമാണ്. ദൈവം സ്നേഹമാണെങ്കിൽ പരമാവധി സ്നേഹിച്ചുകൊണ്ടിരിക്കണം. ഈ പ്രപഞ്ചം ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ദാനമാണ്.
ആവിഷ്കാരമാണ്. ആ സ്നേഹം ഈ ഒരു ഭൂമിയിലേക്ക് മാത്രം ഒതുങ്ങുന്നതായിട്ട് ചിന്തിക്കാൻ വയ്യ എന്ന് അദ്ദേഹം പറയുന്നു. ദൈവം സർവശക്തനാണെങ്കിൽ സാധ്യമായ ഇടങ്ങളിലെല്ലാം ജീവനെ ജനിപ്പിച്ചുകൊണ്ടുമിരിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് ദൈവശാസ്ത്രപരമായിട്ടൊരു അനിവാര്യതയായിട്ട് കണക്കാക്കപ്പെടുന്നത് മറ്റ് ഗ്രഹങ്ങളിൽ ജീവനുണ്ടാകും. അതിനെയാണ് പൗലോസ്ലീഹയുടെ ദൈവശാസ്ത്രത്തിൽ പ്രിൻസിപ്പിൾ ഓഫ് പ്ലെനിറ്റ്യൂഡ്, ഫുൾനെസ്സിൻ്റെ തത്വം എന്ന് പറയുന്നത്. അതായത് ദൈവം സർവ്വനന്മ സ്വരൂപനായതുപോലെ തന്നെ ദൈവത്തിൻ്റെ ആവിഷ്കാരങ്ങളും സമ്പൂർണ്ണമാകേണ്ടതുണ്ട്. സമ്പൂർണ്ണമായ ദൈവാവിഷ്കാരത്തിന് ദൈവം പ്രപഞ്ചത്തിലെ ജീവൻ്റെ സമ്പൂർണ്ണത കൊണ്ടുവരുന്നത് ചേർച്ചയാണ്. അപ്പോൾ മറ്റ് ഗ്രഹങ്ങളിൽ ജീവൻ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് എന്ന്. ദൈവശാസ്ത്രപരമായിട്ട് നോക്കുമ്പോൾ നമ്മൾ എതിർക്കേണ്ട, വിരുദ്ധമായിട്ട് ചിന്തിക്കേണ്ട ഒരു വിഷയമല്ല അത്. കാരണം ഈ ഭൂമിയിൽ മാത്രമേ ജീവൻ സൃഷ്ടിക്കാൻ ദൈവത്തിന് സാധിക്കൂ എന്ന് നമുക്ക് പറയാൻ പാടില്ല. ദൈവത്തിൻ്റെ പ്രവർത്തനത്തിന് പരിധി നിർണ്ണയിക്കാനും സാധിക്കില്ല. അപ്പോൾ മറ്റ് ഗ്രഹങ്ങളിൽ ജീവനുണ്ടെങ്കിൽ ആ സാധ്യത തുറന്നു കിടക്കുന്നത് മാത്രമേ ഉള്ളൂ. അതിന് ദൈവവിരുദ്ധമായ അല്ലെങ്കിൽ ദൈവശാസ്ത്രത്തിനെതിരായ ഒരു കാര്യം നമുക്കിപ്പോൾ കാണാൻ കഴിയും. ശാസ്ത്രത്തിൻ്റെ അതിർവരമ്പുകൾ വിശാലമാകുന്നതിനൊപ്പം വിശ്വാസത്തിൻ്റെയും ആഴവും പരപ്പും വർദ്ധിക്കുന്നുണ്ട്. മനുഷ്യൻ്റെ കാഴ്ചപ്പാടുകൾ ദൈവനിശ്ചിതമാവണ്ണം കാലാനുസൃതമായി വികസിക്കുന്നു എന്നതാണ് വാസ്തവം. സകലതിനെയും ഉൾക്കൊള്ളും വിധം വിശാലമാണ് ദൈവിക മഹത്വം എന്ന വാസ്തവം നാം തിരിച്ചറിയേണ്ടതുണ്ട്. പലപ്പോഴും മാനുഷികത നമുക്ക് നിശ്ചയിക്കുന്ന പരിമിതികളാണ് ഇടുങ്ങി ചിന്തിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്. അന്യഗ്രഹങ്ങളിൽ ജീവൻ കണ്ടെത്തുമോ ഇല്ലയോ എന്ന ചോദ്യത്തേക്കാൾ സർവശക്തനായ ദൈവത്തിലുള്ള വിശ്വാസത്തിൻ്റെ ആഴം വർദ്ധിപ്പിക്കുവാൻ നാം പരിശീലിക്കേണ്ടിയിരിക്കുന്നു. ആദിയിൽ ദൈവം ഭൂമിയും ആകാശവും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഭൂമിയും ഇതിൻ്റെ ആകാശവും സൃഷ്ടിച്ചു എന്നല്ല, ഈ പ്രപഞ്ചം മുഴുവനെയും സൃഷ്ടിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ രക്ഷാകര കർമ്മം എന്ന് പറയുന്നത് വിശ്വവ്യാപ്തമാണ്, സാർവത്രികമാണെന്ന് നമ്മൾ പറയുന്നത് അതുകൊണ്ട് ഇവിടെ നടന്ന രക്ഷാകര കർമ്മം പൂർത്തിയാക്കാൻ വേണ്ടി വേറൊരു ഗ്രഹത്തിലേക്ക് വീണ്ടും ക്രിസ്തു പോകേണ്ട ആവശ്യമില്ല. രക്ഷാകര കർമ്മം ഭൂമിയിൽ സംഭവിച്ചത് കൊണ്ട് തന്നെ പൂർണ്ണമായിരിക്കുകയാണ് എന്നുള്ളതാണ് ശരിയായ അർത്ഥം എന്ന് പറയുന്നത്. അതാണ് ക്രിസ്തുവിൻ്റെ രക്ഷാകര കർമ്മത്തിൻ്റെ പാസ്കൽ മിസ്റ്ററിയുടെ അർത്ഥം എന്ന് പറയുന്നത്. അത് എക്കാലത്തേക്കുമാണ്, വിശ്വവ്യാപ്തമാണ്, സാർവത്രികവും സാർവലൗകികവുമാണ്. അതുകൊണ്ട് മറ്റ് ഗ്രഹങ്ങളിലേക്കും പോകേണ്ടതില്ലേ എന്നുള്ള ചോദ്യം ഇവിടെ ഉദിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇന്ന് വത്തിക്കാൻ ഒബ്സർവേറ്ററിയുടെ, വത്തിക്കാന് തന്നെ പ്രഗത്ഭമായ ഒരു ഒബ്സർവേറ്ററി ഉണ്ടല്ലോ, അതിൻ്റെ ഇപ്പോഴത്തെ ഡയറക്ടർ ഒരു ജസ്യൂട്ട് ബ്രദറാണ്, അദ്ദേഹത്തിൻ്റെ ഗവേഷണ മേഖല എന്ന് പറയുന്നത് തന്നെ എക്സോബയോളജിയാണ്, മറ്റ് ഗ്രഹങ്ങളിലെ ജീവൻ്റെ സാധ്യത. അദ്ദേഹം പറയുന്നതാണ് ദൈവികതയുടെ വിസ്മയവും അത്ഭുതവുമെല്ലാം ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നു. ഇതൊരു സമയത്തിൻ്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ, എന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നു എന്നുള്ള പ്രശ്നം മാത്രമേ ഇതിലൂടെ ഉദിക്കുന്നുള്ളൂ എന്ന് അദ്ദേഹം പറയുന്നത്. വ്യക്തമായ നിഗമനങ്ങളിലേക്ക് തെളിവുകളുടെ പിൻബലത്തോടെ എത്തിച്ചേരുവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും മനുഷ്യരെ പോലെയുള്ള സങ്കീർണമായ ജീവിവർഗങ്ങൾ സൗരയൂഥത്തിന് വെളിയിലുണ്ടെന്ന് ചിന്തിച്ചിരുന്ന ശാസ്ത്രജ്ഞർ പലരുമുണ്ട്. മൺമറഞ്ഞ വിഖ്യാത ശാസ്ത്രജ്ഞനായ സ്റ്റീഫൻ ഹോക്കിംഗ് ഒരു ഉദാഹരണമാണ്. ഭാവനാത്മകമാം വിധം ഇത്തരം ചിന്തകളിൽ അദ്ദേഹം ഏറെ മുന്നേറിയിരുന്നു. ഈ വിഷയത്തെക്കുറിച്ച് ശാസ്ത്രലോകം വളരെ ഗൗരവമായി ചിന്തിക്കുന്നു എന്നതിന് ഉദാഹരണമാണ് ഇത്തരം ഗവേഷണങ്ങൾക്കായി ഇന്ന് അനേകായിരം കോടി ഡോളർ ചെലവഴിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സ്റ്റീഫൻ ഹോക്കിംഗ് അടക്കമുള്ള ഇപ്പോഴത്തെ കുറേ ശാസ്ത്രജ്ഞന്മാർക്ക് വേറെ ഒരു ഒപ്പീനിയനുണ്ട്. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സമകാലീനമായിട്ടുള്ള സയൻറ്റിസ്റ്റ് വിഷൻ എന്താണ് ഈ എക്സോബയോളജിയെക്കുറിച്ച്? ശരിയാണ്. സ്റ്റീഫൻ ഹോക്കിംഗ് ഈ അന്യഗ്രഹങ്ങളിൽ ജീവനെ അന്വേഷിച്ച് പോകുന്നതിനെ പറ്റിയും അവർ നമ്മളെ ബന്ധപ്പെടുകയാണെങ്കിൽ അവർക്ക് മറുപടി കൊടുക്കുന്നതിനെ പറ്റിയുമൊക്കെ വ്യത്യസ്തമായ ഒരു അഭിപ്രായമുള്ളയാളാണ്. അദ്ദേഹത്തിൻ്റെ ഭയം ഇതാണ്, അന്യഗ്രഹ മനുഷ്യർ നമ്മളെ ബന്ധപ്പെടുകയും നമ്മൾ അവരോട് സഹകരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവരുടെ സാങ്കേതികവിദ്യ നമ്മളതിനേക്കാളും കൂടുതൽ വളർന്നതാണ് എങ്കിൽ അവർ പിന്നീട് നമ്മളെ അടിമകളാക്കാൻ സാധ്യതയുണ്ട് പോലും. എപ്പോഴൊക്കെ മാനവരാശിയുടെ ചരിത്രത്തിൽ ഒരു വലിയ സംസ്കാരം ചെറിയൊരു സംസ്കാരവുമായിട്ട് സമ്പർക്കം പുലർത്തുന്നു, പിന്നീടത് ചെറുതിൻ്റെ ദാസ്യത്തിലേക്ക് നയിച്ചിട്ടുണ്ട് എന്നുള്ള അത്തരമൊരു പെസിമിസ്റ്റിക് ആയിട്ടുള്ള സമീപനമാണ് സ്റ്റീഫൻ ഹോക്കിംഗ് അന്യഗ്രഹ ജീവികളുമായിട്ടുള്ള നമ്മുടെ സംവാദത്തിലും പുലർത്തേണ്ടതെന്ന്, ആ മുൻകരുതൽ വേണമെന്ന് അദ്ദേഹം വാൺ ചെയ്യുന്നു.
അതിൻ്റെ ന്യായാന്യായങ്ങളിലേക്ക് നമുക്കിപ്പോൾ പ്രവേശിക്കേണ്ടതില്ല. എല്ലാവരും അതിനോട് തീർച്ചയായും യോജിക്കുകയില്ല, നമുക്കറിയാം. പക്ഷേ ഈ ഹോക്കിങ് തന്നെ അന്യഗ്രഹങ്ങളിൽ ജീവൻ ഉണ്ടോ എന്നുള്ള ഗവേഷണം ഗൗരവമായിട്ട് നമ്മൾ നടത്തണമെന്നുള്ള അഭിപ്രായക്കാരനാണ്. അദ്ദേഹവും യൂറി മില്ലർ എന്ന് പറയുന്ന ഒരു റഷ്യൻ ബിലനയറും ഫേസ്ബുക്കിൻ്റെ തലവനായ മാർക്ക് സുക്കൻബർഗും കൂടി ഒരു പുതിയ പ്രോജക്റ്റ് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. കോടിക്കണക്കിന് ഡോളറുകൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രോജക്റ്റാണ്. അതായത് ലേസർ ബീമുകൾ ഉപയോഗിച്ചുകൊണ്ട് പ്രകാശ വേഗതയുടെ 20% വരെ അടുത്തെത്താൻ വേഗതയിൽ സഞ്ചരിക്കാൻ സാധിക്കുന്ന സംവിധാനം ഒരുക്കുക. അതുവഴിയായിട്ട് നമുക്ക് ആൽഫ സെന്തോരി സ്റ്റാർ സിസ്റ്റത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുക. അവിടെ ചില പ്ലാനറ്റുകൾ നിശ്ചയമായും മനുഷ്യവാസയോഗ്യമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ഭൂമി ഉപേക്ഷിച്ച് നമുക്ക് അങ്ങോട്ടേക്ക് പോയി താമസിക്കാൻ സാധിക്കണമെന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത്. അതിനുവേണ്ടിയുള്ള പുതിയ സയൻറ്റിഫിക് പ്രോജക്റ്റും ഇവരൊരുമിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റീഫൻ ഹോക്കിങ് മരിച്ചുപോയി. ആ പ്രോജക്റ്റിൻ്റെ ഭാവി എന്താകുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ചില സിദ്ധാന്തങ്ങളുടെയും തത്വചിന്തകളുടെയും പിൻബലത്തിൽ ശാസ്ത്രീയ ഗവേഷണങ്ങൾ മുന്നേറുകയാണ്. ആഴത്തിൽ ചിന്തിച്ചാൽ വളരെ സങ്കീർണമായ ഏറെ തലങ്ങൾ ശാസ്ത്രീയവും അതീന്ദ്രിയവുമായി ഇവിടെ ചർച്ച ചെയ്യപ്പെടാൻ അവശേഷിക്കുന്നുണ്ട്. ഈ രംഗത്തെ ഗവേഷണങ്ങളും വിചിന്തനങ്ങളും വളരെ വിശാലമാണ്. നിരവധി ശാസ്ത്രജ്ഞരും ഗവേഷകരും തങ്ങളുടെ മുഖ്യ പഠന വിഷയമായി അന്യഗ്രഹ ജീവൻ എന്ന ആശയത്തെ തെരഞ്ഞെടുത്തിരിക്കുന്നു. അത്തരത്തിൽ ചിലരുടെ കണ്ടെത്തലുകളും കൗതുകകരമാണ്. നിക്കോ ലൂയിസ് എന്ന് പറയുന്ന നാസയുടെ ശാസ്ത്രജ്ഞ, അവരൊരു എക്സോബയോളജിസ്റ്റ് തന്നെയാണ്. ഈ മേഖലയിലാണ് അവരുടെ ഗവേഷണം. അവരാണ് ഈ അടുത്ത കാലത്ത് 39 പ്രകാശ വർഷങ്ങൾ അകലെ ഒരു പുതിയ താരാവൃന്ദത്തെ കണ്ടെത്തിയിട്ടുണ്ട്. അതിൻ്റെ ലക്ഷണങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ, നിലവിൽ സംലഭ്യമായിട്ടുള്ള ശാസ്ത്രീയ ഡേറ്റകൾ വെച്ച് നോക്കുമ്പോൾ, ഒരുപക്ഷെ സൗരയൂഥത്തിന് പുറത്ത് ജീവനെ കണ്ടെത്താൻ ഏറ്റവും സാധ്യതയുള്ള ഗ്രഹങ്ങൾ ഈ താരാവൃന്ദങ്ങളിലുണ്ട് എന്നാണ് പറയപ്പെടുന്നത് എന്ന് പറയുന്നത്. അതിനെയാണ് അവർ ജയൻ്റ് ലീപ്പ് ഫോർവേഡ് എന്ന് വീണ്ടും വിശേഷിപ്പിക്കുന്നത്. അത് മനുഷ്യനിറങ്ങിയപ്പോൾ നീൽ ആംസ്ട്രോങ് പറഞ്ഞ വാക്കുകളാണ് നമുക്കറിയാം. മാനവരാശിക്ക് വലിയൊരു കുതിപ്പ് എന്ന്. ഇത് കഴിഞ്ഞ വർഷം നടന്ന കാര്യമാണ്, 2017. അതായത് ഈ താരവ്യൂഹത്തിൻ്റെ കണ്ടുപിടുത്തം വഴിയായിട്ട് എക്സോബയോളജിയിൽ ചരിത്രപരമായ ഒരു ചുവടുവയ്പ് തന്നെയാണ് നടത്തിയിരിക്കുന്നത്. എന്ന് നമ്മൾ അവിടുത്തെ ജീവൻ സ്ഥിരീകരിക്കേണ്ടിരുന്നു എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ അവശേഷിക്കുന്ന ചോദ്യം എന്നാണ് അവർ പറയുന്നത്. അതുപോലെ തന്നെ സ്റ്റീഫൻ ഹോക്കിങ്ങിനോട് മാധ്യമപ്രവർത്തകർ ചോദിച്ച ചോദ്യമാണ്, അങ്ങയുടെ ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ ഏതൊക്കെയായിരിക്കുമെന്ന് ചോദിച്ച്. അദ്ദേഹം പറയുന്നത് ഗ്ലീലെ C382 ഈ സൂപ്പർ എർത്താണ് എനിക്ക് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിപ്പോൾ നമ്മുടെ ഇവിടുന്ന് 6 പ്രകാശ വർഷങ്ങൾ അകലെയുള്ള ഒരു സൂപ്പർ ക്ലസ്റ്ററിലെ ഒരു പ്ലാനറ്റാണ് ഈ സൂപ്പർ എർത്ത് എന്ന് അദ്ദേഹം വിശേഷിപ്പിക്കുന്നത്. അതിന് ഭൂമിയുടേതിന് സമാനമായ കാലാവസ്ഥയാണ്, അന്തരീക്ഷമാണ് ആയിരിക്കണമെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു. അതൊരു റെഡ് ഡ്വാർഫിനെയാണ് ചുറ്റുന്നത്, നമ്മുടെ ഇതുപോലുള്ള സൂര്യനെയല്ല, ചുവന്ന കുള്ളൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് അവിടുത്തെ ചെടികളുടെ ഇലകൾക്കൊക്കെ പർപ്പിൾ കളറോ കറുത്ത കളറോ ആയിരിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്ന് മാത്രമല്ല, അതിൻ്റെ സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമ്മുടേതുപോലെയുള്ള ബുദ്ധിയുള്ള മനുഷ്യർ തന്നെ അവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് അദ്ദേഹം അവകാശപ്പെടുന്നത്. ഇതൊക്കെ ഇപ്പോഴും സ്പെക്കുലേറ്റീവ് ലെവലിൽ നിൽക്കുന്ന കാര്യങ്ങളാണ്. ഒരുപക്ഷെ നാളെ അന്യഗ്രഹങ്ങളിൽ ജീവൻ സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ സാധാരണക്കാരൻ പോലും പറഞ്ഞേക്കാം ഇതെനിക്ക് പണ്ടേ അറിയാവുന്ന കാര്യമായിരുന്നു എന്നുള്ളത്. ഇത് ഒരു അസംഭവ്യമായ ഒരു കാര്യം എന്നുള്ളതിനേക്കാൾ ഉപരി ഒരു ശാസ്ത്രീയമായ ഒരു സാധ്യതയായിട്ട് ഈ ശാസ്ത്രശാഖ വളർന്നിട്ടുണ്ട് എന്ന് പറയാമെന്ന് തോന്നുകയാണ്. വളരെ നന്ദി പംപ്ലാനി അച്ഛ. ഈ എക്സോബയോളജിയെക്കുറിച്ചും അതിന് നമ്മുടെ സഭയ്ക്കും നമ്മുടെ മതത്തിനും എങ്ങനെ അതിനെ സ്വന്തമാക്കാമെന്നും പറഞ്ഞതിന് വളരെ നന്ദി. താങ്ക് യു. ശാസ്ത്രീയമായും താത്വികമായും ദൈവശാസ്ത്രപരമായും സങ്കീർണതകൾ ഏറെയുള്ള ഒരു ചർച്ചാ വിഷയമാണ് അന്യഗ്രഹജീവൻ. ശാസ്ത്രത്തിൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ ഒരുപക്ഷെ ഇത്തരം സാധ്യതകൾ കൂടുതൽ വ്യക്തതയോടെ
നമുക്ക് മുന്നിൽ വെളിപ്പെട്ടേക്കാം. പക്ഷേ അസ്വാഭാവികമോ വിശദീകരണങ്ങളില്ലാത്തതോ എന്ന രീതിയിൽ ഈ വിഷയത്തെ സമീപിക്കേണ്ടതില്ലെന്ന് വിദഗ്ധർ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സർവശക്തനായ ദൈവത്തിൻ്റെ അനന്തമഹത്വത്തെ വെളിപ്പെടുത്തുന്ന ഏതൊരു തിരിച്ചറിവും വിശ്വാസത്തിൻ്റെ ആഴത്തെ വർദ്ധിപ്പിക്കുകയേ ഉള്ളൂ എന്ന ബോധ്യം ഇവിടെയും നമുക്ക് ശക്തി പകരുന്നു. സ്പേസും ടൈമും അതിർത്തിയിൽ ആരംഭിക്കുകയാണ്. അതിനൊരു ബോട്ടം പോയിന്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ബിഗ് ബാങ്ങിന് ഒരു ക്രിയേറ്റർ വേണമെന്ന് പറയാം, സ്പേസിനും ടൈമിനും ആരംഭമുള്ളത് കൊണ്ട്. ഹോക്കിങ് വളരെ വിഖ്യാതമായ രീതിയിൽ ഗണിതശാസ്ത്രപരമായ ഒരു ട്രിക്ക് ഉപയോഗിച്ചിരിക്കുകയാണ്. അതായത് എല്ലാം കൺസിസ്റ്റൻ്റ് ആയിട്ട് ഭാവനാത്മകമായിട്ട് വളരെ സെൽഫ് എക്സ്പ്ലെയിനബിൾ ആയിട്ടുള്ളൊരു സിദ്ധാന്തം ആവിഷ്കരിച്ചിരിക്കുകയാണ്. മാത്തമാറ്റിക്സ് വർക്ക്സ് വെരി വെൽ ഇതിനകത്ത്. ഹോക്കിങ് ഗണിതശാസ്ത്രപരമായിട്ട് ദൈവമില്ല എന്ന് വാദിച്ചതുകൊണ്ട് ദൈവം ഇല്ലാതാകുന്നില്ല. ദാർശനികമായിട്ട് ദൈവത്തിൻ്റെ അസ്തിത്വത്തിന് വേണ്ടി നമുക്ക് വാദിക്കാം. പക്ഷേ ആ വാദങ്ങൾ ഉന്നയിക്കുന്നതിന് മുൻപ് ഗണിതശാസ്ത്രപരമായിട്ടോ ഭൗതികശാസ്ത്രപരമായിട്ടോ ഹോക്കിങ്ങിൻ്റെ അതിർത്തി രഹിത സിദ്ധാന്തം നിലനിൽക്കുന്നതാണോ എന്നൊന്ന് പരിശോധിച്ച് നോക്കാം. ലൈറ്റ് ഓഫ് ട്രൂത്ത് എന്ന ഈ ശാസ്ത്ര മതസംവാദ പരമ്പരയുടെ കഴിഞ്ഞ എപ്പിസോഡുകൾ യൂട്യൂബിൽ ലഭ്യമാണ്. ഈ ഡോക്യുമെൻ്ററി പരമ്പരയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വാട്സപ്പ് വഴി ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. വാട്സപ്പ് നമ്പർ 9745901960.